വെൽക്കം ടു ഹാർവസ്റ്റ് ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അടുത്ത സെഷൻ oogenesis. There is a remarkable difference between spermatogenesis and oogenesis. Spermatogenesis starts at puberty. Oogenesis starts before birth. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഞാൻ നേരത്തെ സ്പെർമാറ്റോജെനിസിസ് എടുത്ത സമയത്തും ആ ഹോർമോണൽ കൺട്രോളിൻ്റെ ആ ഭാഗം പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞിരുന്നു oogenesis സ്റ്റാർട്ട് ബിഫോർ ബർത്ത്. എന്ന് വെച്ചാൽ ഒരു മദറിൻ്റെ യൂട്രസിൽ ഫോം ചെയ്യുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ജസ്റ്റേഷൻ പീരീഡിൽ തന്നെ ജസ്റ്റേഷൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ oogenesis സ്റ്റാർട്ട് ചെയ്തു. സോ oogenesis സ്റ്റാർട്ട് ബിഫോർ ബർത്ത്. ഫീറ്റൽ ലൈഫിൽ തന്നെ oogenesis സ്റ്റാർട്ട് ചെയ്തു. ഈ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഒന്ന് നോക്കൂ നിങ്ങൾ. ഇവിടെ ഞാൻ ഫീറ്റൽ ലൈഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഫീറ്റൽ ലൈഫിൽ ദാറ്റ് മീൻസ് ബിഫോർ ബർത്ത്, ബർത്തിന് മുമ്പ് ഫീറ്റൽ ലൈഫിൽ തന്നെ oogenesis സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ്സ് എ വെരി important difference between spermatogenesis and oogenesis. Spermatogenesis starts at puberty, oogenesis before birth. Okay. ആ ബർത്തിന് മുമ്പ് ദാറ്റ് മീൻസ് ടെസ്റ്റേഷൻ്റെ സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, ഫോർത്ത് മന്ത്, ദെൻ ഫിഫ്ത്ത് ആൻഡ് സോ ഓൺ, ആ മാസങ്ങളിലൊക്കെ തന്നെ ഈ ഓവറിക്കകത്ത് ഊഗോണിയൽ സെൽസ് ഫോം ചെയ്യാൻ തുടങ്ങി. നമ്മളതിന് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. നേരത്തെ നമ്മൾ വിളിച്ചൊരു പേരാണല്ലോ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു ഫേസിനെ നമുക്ക് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഫീറ്റൽ ലൈഫിൽ നടക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫേസാണ്. ഓക്കെ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഊഗോണിയൽ സെൽസ് ഉണ്ടാകുന്നു. നമ്പർ ഓഫ് ഊഗോണിയൽ സെൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഇനി ആ ഊഗോണിയൽ സെൽസ് ജസ്റ്റേഷൻ്റെ സെക്കൻഡ് മന്തിൽ ഉള്ള ഊഗോണിയൽ സെൽസ് ആകില്ല തേർഡ് മന്തിൽ ഉണ്ടാവാം. കാരണം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അത് ഓരോ മന്ത് മുന്നോട്ട് പോകും തോറും ഊഗോണിയൽ സെൽസ് കൂടി വരും. അത് തൗസൻഡ്സിൽ നിന്ന് ലാക്കിലേക്ക് എത്തും. ദെൻ മില്യൺസ് ഓഫ് ഊഗോണിയൽ സെൽസ് ഉണ്ടാവും. ഓക്കെ. മില്യൺസ് ഓഫ് കപ്പിൾസ് ഓഫ് മില്യൺ ഗമേറ്റ് മദർ സെൽസ് ആർ പ്രസന്റ് ബിഫോർ ബർത്ത്. ഓക്കെ. ബിഫോർ ബർത്ത് എ നമ്പർ ഓഫ് ഊഗോണിയൽ സെൽസ്, എ കപ്പിൾസ് ഓഫ് million gamete mother cells, oogonal cells are formed through a process called mitosis, differentiation, mitosis. Number of oogonal cells are formed. No more oogonia are formed and added after birth. ബർത്തിന് ശേഷം ചൈൽഡ്ഹുഡിലും പ്യൂബർട്ടിലൊന്നും തന്നെ ഊഗോണി എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഫോം ചെയ്യുന്നില്ല. ഓക്കെ. മാത്രമല്ല കുറേ ഊഗോണിയൽ സെൽസ് ഡിപ്ലീഷന് വിധേയമായിട്ട് അത് ബോഡിയിൽ നിന്ന് അട്രീഷ്യയ്ക്ക് വിധേയമായിട്ട് ബോഡിയിൽ നിന്ന് നീക്കപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഊഗോണിയൽ സെൽസ് ആഡ് ചെയ്യുന്നതും ഫോം ചെയ്യുന്നതൊക്കെ തന്നെ ബിഫോർ ബർത്ത് ആണ്. സോ ദർ ഇസ് എ റിമാർക്കബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇൻ female reproductive system, oogenesis start before birth. When a couple of million gamete mother cells are located in each fetal ovary, a couple of million gamete mother cells are distributed in each fetal ovary. No more oogonia are formed and added after birth, and this phase is called as phase of multiplication. Here the super process mitosis, number of cells is increases, and these cells start division. These cells start division and enter into a phase called primary oocyte and enter into the meiosis. മിയോസിസിൻ്റെ പ്രൊഫേസ് 1ലേക്ക് അത് കടക്കുന്നു. അത് കടന്നതിന് ശേഷം അതിനെ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ദീസ് സെൽസ് സ്റ്റാർട്ട് ഡിവിഷൻ ആൻഡ് എൻ്റർ ഇൻ ടു പ്രൊഫേസ് 1 ഓഫ് മിയോസിസ്. കാരണം ഇതിൽ ഈ സെല്ല് പ്രൈമറി ഊസൈറ്റ് ആണ്. ഈ പ്രൊഫേസ് 1ലേക്ക് കടക്കുന്ന ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ്. സോ ദിസ് പ്രൈമറി ഊസൈറ്റ് ഈസ് റെഡി ഫോർ മിയോസിസ് 1. This is ready for meiosis 1. Meiosis 1 in the
പ്രൊഫേസ്. ഓക്കെ, മിയോസിസ് വണ്ണിന്റെ പ്രൊഫേസിലേക്ക് അത് കിടക്കുന്നു. സോ ദീസ് സെൽസ് സ്റ്റാർട്ട് ഡിവിഷൻ ആൻഡ് എൻറ്റർ ഇൻ ടു പ്രൊഫേസ് വൺ ഓഫ് മെയോട്ടിക് ഡിവിഷൻ. ഓക്കെ, ആൻഡ് ഗെറ്റ് ടെമ്പററിലി അറസ്റ്റഡ്, താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഗെറ്റ് ടെമ്പററിലി അറസ്റ്റഡ് ആൻഡ് ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് പ്രൈമറി oocyte. ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് പ്രൈമറി oocyte. ഇവിടുന്ന് ക്രോമസോം നമ്പറിൽ മാറ്റില്ല കേട്ടോ, ഇതെല്ലാം ക്രോമസോം നമ്പർ 46 ആണ്. 2n കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് ആണ്, എല്ലാം 46 ആണ്. 2n കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് ആണ്. So oogenesis start before birth. Okay, when a couple of million gamete mother cells are formed within each fetal ovary, no more oogonia are formed and added after birth. That is formed through a process called mitosis, and we call it is phase of multiplication. And these cells start division and enter into prophase one of meiotic division and got temporarily arrested at that stage, and that is called primary oocyte. That is called primary oocyte. ഇനി ആ അറസ്റ്റ് എപ്പോഴാണ് പിൻവലിക്കുക? ആ പ്രൊഫേസ് വൺ, മിയോസിസ് വണ്ണിന്റെ പ്രൊഫേസിലുള്ള അറസ്റ്റ് എപ്പോഴാണ് പിൻവലിക്കുക? ആൻഡ് ദാറ്റ് അറസ്റ്റ്, ദ ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ, ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് പ്രയർ ടു ഓവുലേഷൻ. ഓവുലേഷന് മുമ്പാണ്. എന്താണ് ഓവുലേഷൻ? ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തിട്ട് ഓവത്തെ റിലീസ് ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തിട്ട് ഓവത്തെ റിലീസ് ചെയ്യുക. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. സോ പ്രയർ ടു ഓവുലേഷൻ, ദിസ് ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ ഈസ് അറസ്റ്റഡ്. അതായത് ചൈൽഡ്ഹുഡിലും പ്യൂബർട്ടിയിലൊക്കെ തന്നെ, പ്യൂബർട്ടിയോട് കൂടിയാണ് ആ അറസ്റ്റ് പിൻവലിക്കുക. അതുവരെ ബർത്തിന് ശേഷമുള്ള ആ ഘട്ടങ്ങളിൽ ആ അറസ്റ്റ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി നിങ്ങൾക്ക്? എന്താണ് ഉഗോണിയം? മൈറ്റോസിസിന് വിധേയമായിട്ട് നമ്പർ ഓഫ് ഉഗോണിയൽ സെൽസ് കിട്ടുന്നു. ആ സെൽസ് പ്രൊഫേസ് വണ്ണിലെ മിയോട്ടിക് ഡിവിഷനിൽ താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന സ്റ്റേജിനെ വിളിക്കുന്നവരാണ് പ്രൈമറി oocyte. ക്രോമസോം നമ്പർ 46, ദെൻ 2n കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഈ ഡയഗ്രത്തേക്ക് നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ഡയഗ്രം ശ്രദ്ധിക്കും. സോ ദിസ് ഈസ് ഓവറി. This is ovary, and this is ovary is covered by a thin epithelium. Ovary is covered by a thin epithelium which encloses ovarian stroma. And this stroma is divided into peripheral cortex and inner medulla. Okay, this is the cortex, and this is the medulla. And this cortex consists of granular cells. This cortex consists of granular cells, number of oogonial cells, primordial germ cells are present. Number of germ cells are present in this cortex. Okay, number of primordial germ cells are present. And now these are the germ cells, these are the oogonial cells, and these oogonial cells are distributed in the cortex, and this is the medulla, and this medulla having blood vessels. So these are the germ cells, and now this is considered as the primary oocyte. ഈ പ്രൈമറി oocyte ചുറ്റിയിട്ട് ലെയേഴ്സ് ഓഫ് സെൽസ് നിൽക്കുന്നു. നോക്കൂ, ഇവിടെ കപ്പിൾ ഓഫ് സെൽസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു സെല്ല് പ്രൈമറി oocyte ആയിട്ട് മാറുന്നു. നമ്പർ ഓഫ് സെൽസ് ഉണ്ട് ഇവിടെ. അതിൽ നിന്ന് ഒരു സെല്ല്, ഒരു 500 സെൽസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൽ നിന്ന് ഒരു സെല്ല് പ്രൈമറി oocyte ആയിട്ട് മാറുന്നു. ബാക്കിയുള്ള എല്ലാ സെൽസും അതിനെ സറൗണ്ട് ചെയ്യുന്നു. ഓവറിയുടെ കോർട്ടെക്സിൽ കപ്പിൾ ഓഫ് സെൽസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു സെല്ല് that get differentiated into from here one cell get differentiated into primary oocyte. Now this cell become the primary oocyte, and the remaining cells surround it, and this condition is called primary follicle. Now this is the primary oocyte having primary follicle. A number of primary follicles are degenerate from birth to puberty. ബർത്തിൽ നിന്ന് പ്യൂബർട്ടിലേക്ക് എത്തുമ്പോൾ number of cells are degenerate. And at puberty only 60,000 to
60,000 to 80,000 primary follicles are left in each ovary. At puberty, 60,000 to 80,000 primary follicles are left in each ovary. Okay. അപ്പോൾ കപ്പിൾ ഓഫ് സെൽസ് ഉണ്ടായിരുന്നു. ആ കപ്പിൾ ഓഫ് സെൽസിൽ നിന്ന് ഒരു സെല്ല് പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറി, ബാക്കിയുള്ള എല്ലാ സെൽസും അതിനെ വന്നിട്ട് കവർ ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദി പ്രൈമറി ഫോളിക്കിൾസ്. എ ലാർജ് നമ്പർ ഓഫ് primary follicles are degenerated from birth to puberty, and at puberty only 60,000 to 80,000 primary follicles are left in each fetal ovary. Okay. ഇനി സെക്കൻഡ് ഡയഗ്രം നോക്കൂ. ആ പ്രൈമറി ഫോളിക്കിളിന് ചുറ്റും വീണ്ടും നമ്പർ ഓഫ് സെൽസ് വരാം. വീണ്ടും നമ്പർ ഓഫ് സെൽസ് വരുന്നു. വി കോൾ ഇറ്റ് ഈസ് സെക്കൻഡറി ഫോളിക്കിൾ. Secondary follicle. Primary oocyte is covered by a large number of layers of cells. Now we call it is secondary follicle, and a new theca is formed there. Secondary follicle ന്റെ പ്രത്യേകത, secondary follicle ന്റെ കൂടെ secondary follicle ന്റെ കൂടെ a new theca layer is also formed. This is primary oocyte having the primary follicle. A number of layers, cellular layers are covered, and we call it is secondary follicle. More and more layers of cells are arranged, and we call it is secondary follicle, and a new layer is formed, and that layer is called theca layer. And on further number of cells again added, and we call it is tertiary follicle. After secondary follicle we get tertiary follicle. And what is the property of this tertiary follicle? This tertiary follicle have a crescent shaped cavity. And that crescent shaped cavity is called antrum. This crescent shaped cavity is called antrum, and that is filled with a liquid. Okay, that is filled with a liquid. So crescent shaped cavity. Okay, and the theca layer is organized into outer theca externa and inner theca interna. നോക്കൂ, സെക്കൻഡറി ഫോളിക്കിളിന്റെ മുകളിലായിട്ട് വീണ്ടും നമ്പർ ഓഫ് ലെയേഴ്സ് വരുന്നു. ടെർഷറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ആ ഒരു സ്റ്റേജിൽ see there is a crescent shaped cavity called antrum. Then the theca layer is organized into outer theca externa and inner theca interna. At this stage, that means primary oocyte within tertiary follicle having antrum, and also the theca layer is organized into outer theca externa and inner theca interna. At this stage the meiotic division is completed. That means the child goes to puberty. The first meiotic division is completed. അറസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞല്ലോ. നോക്കൂ, അത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് പറയാമല്ലോ. കാരണം സ്പെർമാറ്റോജെൻസിസിൽ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. സ്പെർമാറ്റോജെൻസിസിൽ എവിടെയും അറസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബിയോസിസിൽ അറസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഡിസ്കണ്ടിന്യൂസ് ആയിരുന്നില്ല, കണ്ടിന്യൂസ് ആയിരുന്നു. പക്ഷെ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അറസ്റ്റ് ചെയ്ത് വെക്കുന്നു, പിന്നെയാണത് കണ്ടിന്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്കണ്ടിന്യൂസ് ആണ്. സോ primary oocyte within the tertiary follicle grows in size, and they completed the first meiotic division prior to ovulation. We get a large cell and a small cell. ഓക്കെ, രണ്ട് ഈക്വൽ സെല്ലാണ് കിട്ടുന്നത്. പക്ഷെ ആ ഈക്വൽ സെൽസിൽ ഒരു സെല്ലിന് സൈറ്റോപ്ലാസം കുറച്ച് കൂടുതലും മറ്റൊന്നിന് കുറവുമായിട്ടാണ് കിട്ടുന്നത്. എന്താണ് ഇതിൻ്റെ റീസൺ?
ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടോ. പ്രൈമറി ഊസൈറ്റ് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡറി ഊസൈറ്റും ദെൻ ഒരു ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവാം. ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവാം. രണ്ടും ആദ്യം ഉണ്ടാവുന്ന ഈക്വൽ സൈസിലാണെങ്കിലും പിന്നെ ന്യൂട്രിയൻറ്റ് റിച്ച് സൈറ്റോപ്ലാസം മൊത്തം ഇയാൾ കയ്യിലാക്കി, സെക്കൻഡറി ഊസൈറ്റ് കയ്യിലാക്കി. ഓക്കെ, ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസം മൊത്തം സെക്കൻഡറി ഊസൈറ്റിന്റെ കയ്യിൽ വന്നു. അപ്പൊ ഇതിന് സൈറ്റോപ്ലാസം കുറവാണ്. ദാറ്റ് മീൻസ് ഈ പോളാർ ബോഡിക്ക് റീപ്രൊഡക്ഷനിൽ കാര്യമായ റോളൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു ഓവലിൽ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. 4 സ്പേം ഉണ്ടായി, പക്ഷെ ഊജൻസിൽ ഒരു ഓവലിൽ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ആ ഓവ് ഉണ്ടാകാൻ പോകുന്നത് സെക്കൻഡറി ഊസൈറ്റിൽ നിന്നാണ്. അപ്പൊ സെക്കൻഡറി ഊസൈറ്റിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഓവം, അതിനാണല്ലോ നമ്മൾക്ക് ന്യൂട്രിയൻസ് ധാരാളമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അവിടെയാണല്ലോ ന്യൂട്രിയൻസിന്റെ ആവശ്യം നന്നായിട്ട് വരുന്നത്. അതല്ലാതെ ഫസ്റ്റ് പോളാർ ബോഡിയിൽ നിന്നൊരിക്കലും ഓവം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സൈറ്റോപ്ലാസം അതിന് കൊടുത്തിട്ട് കാര്യമില്ല, ഈക്വൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ന്യൂട്രിയന്റ് റിച്ച് സൈറ്റോപ്ലാസം മൊത്തം സെക്കൻഡറി ഊസൈറ്റ് എടുക്കുന്നു. പോളാർ ബോഡിക്ക് വളരെ കുറച്ച് സൈറ്റോപ്ലാസം മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം പോളാർ ബോഡിക്ക് കാര്യമായ റോളൊന്നും റീപ്രൊഡക്ഷനിൽ ഇനി ചെയ്യാനില്ല. ടു മെയിൻറ്റെയിൻ ദ ക്രോമസോം നമ്പർ, എക്സെപ്റ്റ് ടു മെയിൻറ്റെയിൻ ദ ക്രോമസോം നമ്പർ, ബിക്കോസ് മിയോട്ടിക് ഡിവിഷനാണ്, മിയോസിസ് 1 ആണ്, മിയോട്ടിക് ഡിവിഷനാണ്. അത് മിയോസിസ് ഡിവിഷന് കംപ്ലീറ്റ് ആകുമ്പോൾ വി ഗെറ്റ് the two cells having the chromosome number reduced into 23 haploid condition. Here 2n condition 46, and here we get the n condition. Okay, അപ്പോൾ ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റിനപ്പുറം വേറൊരു കാര്യം പോളാർ ബോഡിക്ക് കൃത്യമായിട്ട് ചെയ്യാനില്ല. പോളാർ ബോഡിക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണ്. അതുകൊണ്ടാണ് ന്യൂട്രിയൻ റിച്ച് സൈറ്റോപ്ലാസം മൊത്തം സെക്കൻഡറി ഊസൈറ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യുന്നു. ആ സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേജിനെ നമ്മൾ എങ്ങനെയാ പറയുക? സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യുണ്ടാവുന്നതാണ് ദി ഗ്രാഫിയൻ ഫോളിക്കിൾ ഓർ ദ മെച്യൂർ ഫോളിക്കിൾ. അപ്പോൾ primary oocyte with the tertiary follicle grows in size and they complete the first meiotic division. We get secondary oocytes. And the the tertiary follicle is soon transforms into the Graafian follicle. Tertiary follicle soon transforms into the mature follicle or the Graafian follicle. Okay, ഇതാണ് Graafian follicle diagram. Now this is the secondary oocyte. And this is the secondary oocyte having the layers, having the number of cells, and outer theca externa, inner theca interna, outer theca externa, inner theca interna, and number of cells are arranged. And this is the secondary oocyte, and this is the membrane. And the secondary oocyte soon forms a new membrane there. Secondary oocyte അതിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഫോം ചെയ്യുന്നു. And that membrane is called zona pellucida. Secondary oocyte forms a new membrane to the surrounding, and that is known as zona pellucida. Okay, now this is the secondary oocyte, and the Graafian follicle rupture. This is the Graafian follicle, and that Graafian follicle rupture to release what? To release the secondary oocyte. The mature follicle or the Graafian follicle, they release the secondary oocyte, and this process is called ovulation. So what is ovulation? Graafian follicle rupture to release the secondary oocytes, and that secondary oocyte is moved to infundibulum. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് ചുറ്റിയിട്ട് സോണ പെലൂസിഡ എന്ന് പറയുന്ന മെംബ്രെയിൻ ഉണ്ട്. അതാണ് ഈ ഇൻഫണ്ടിബിളത്തിലേക്ക്, ഫിംബ്രിയ വഴി ഇൻഫണ്ടിബിളത്തിലേക്ക് നീങ്ങുന്നത്. ഓക്കെ, so and that process, the secondary oocyte, the Graafian follicle ruptured to release secondary oocyte, and that is known as ovulation. And the remaining part of the Graafian follicle, that is converted into a structure called corpus luteum.
luteum, and this corpus luteum is able to secrete large amount of the hormone, the female hormone, that is progesterone. Corpus luteum is able to produce a large amount of progesterone. Okay, so this is secondary oocyte, and this is the first polar body, and the secondary oocyte on the infundibulum, then the ambula, site of fertilization. Okay, secondary oocyte meiosis 2 start ചെയ്തു. സെക്കൻഡറി oocyte meiosis 2 സ്റ്റാർട്ട് ചെയ്തു. അത് സെക്കൻഡറി oocyte meiosis 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ we get 2 cells. This is the secondary oocyte, and the secondary oocyte having meiosis 2, and that meiosis 2 is also got arrested. This meiosis 2 is also got arrested by the entry of sperm. സ്പേമിൻ്റെ എൻട്രി വരെ ഈ സെക്കൻഡറി oocyte മേലെയുള്ള meiosis 2 അറസ്റ്റ് ചെയ്യാം. സ്പേം അതിന് ഹെഡിലുള്ള അക്രോസോമിലുള്ള എൻസൈംസ് വെച്ചിട്ട് ഈ സെക്കൻഡറി oocyte ചുറ്റിയിട്ടുള്ള ലേയേഴ്സ്, ഐ മീൻ സോണാ പെലൂസിഡ, ഓക്കെ, അതിലൂടെയൊക്കെ ഈ സെക്കൻഡറി oocyteൻ്റെ സൈറ്റോപ്ലാസത്തിൽ എത്തിയെങ്കിൽ മാത്രമേ സെക്കൻഡറി oocyte മേലുള്ള meiosis 2 പിൻവലിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും കിട്ടുള്ളൂ. ഓവം സെക്കൻഡ് പോളാർ ബോഡിയും കിട്ടുള്ളൂ. സോ ദിസ് ഈസ് കൺസിഡർ ആസ് ദ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് ദിസ് പ്രോസസ് enlargement, this process is considered as the phase of growth, and this is considered as the phase of maturation. Phase of multiplication, phase of growth, phase of maturation. ഒന്നുകൂടി നോക്കാം നമുക്ക് oogenesis. There is a remarkable difference between male reproductive system and female reproductive system. Male reproductive system starts at puberty. Female reproductive system start before birth. Okay, ബർത്തിന് മുമ്പ് ജസ്റ്റേഷൻ പീരീഡിൽ തന്നെ millions of gamete mother cells are located within each fetal ovary. Millions are. Okay, no more oogonia are formed and added after birth. ഓക്കെ, ബർത്തിന് മുമ്പുണ്ടായിരുന്ന ഊഗോണിയ മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഊഗോണിയ ആഡ് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല. ഇനി ഈ സെൽസ്, ബർത്തിന് മുമ്പുണ്ടായിരുന്ന ഈ സെൽസ് that enter into prophase 1 of meiotic division, meiosis 1, meiotic division, and got temporarily arrested, and that stage is called primary oocyte. These cells start meiotic division and enter into prophase 1 of meiotic division and got temporarily arrested, and that stage is called primary oocyte. ഇതാണ് phase of multiplication. ഓക്കെ, ഇനി ആ പ്രൈമറി oocyte മേലുള്ള അറസ്റ്റ് എപ്പോഴാണ് പിൻവലിക്കുക? ദാറ്റ് ഈസ് കംപ്ലീറ്റഡ്, ദ ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ ഓൺ പ്രൈമറി oocyte ഈസ് കംപ്ലീറ്റഡ് പ്രയർ ടു ഓവുലേഷൻ, ദാറ്റ് മീൻസ് പ്യൂബർട്ടിക്ക് മുമ്പ്. അപ്പോൾ അതുവരെ നടക്കുന്ന ഇവന്റ് എന്താ നോക്കൂ. ഓവറിക്കകത്ത് മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്, ഗമേറ്റ് സെൽസ് ഉണ്ട്, ഉഗോണിയൽ സെൽസ് ഉണ്ട്. അതിൽ ഒരു ഉഗോണിയൽ സെൽസ് പ്രൈമറി oocyte ആയിട്ട് മാറി, meiosis 1 സ്റ്റാർട്ട് ചെയ്തു, പ്രൊഫേസ് 1 താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള സെൽസ് എന്ത് ചെയ്യുന്നു? അതിനെ സറൗണ്ട് ചെയ്യുന്നു. ആ സ്ട്രക്ചറിനെ വിളിച്ച പേരാണ് പ്രൈമറി ഫോളിക്കിൾ. അതിനകത്ത് പ്രൈമറി oocyte. A large number of primary follicles are degenerated from birth to puberty. A large number of primary follicles are degenerated from birth to puberty, and at puberty only 60,000 to 80,000 primary follicles are left in each fetal ovary. At puberty only 60,000 to 80,000 primary follicles are. The number is very, very important. Okay, for your entrance exam. At puberty only 60,000 to 80,000 primary follicles are left in each fetal ovary. Okay, ഇനി ആ പ്രൈമറി ഫോളിക്കിളിന് ചുറ്റും വീണ്ടും ലെയേഴ്സ് ഓഫ് സെൽസ്
ഗ്രാനുലോസാർ സെൽസ് ആഡ് ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് വാട്ട് സെക്കൻഡറി ഫോളിക്കിൾ ആൻഡ് എ ന്യൂ ലെയർ ഈസ് ഫോംഡ് there and that is known as the theca layer. That is known as the theca layer. ഒരു പ്രാവശ്യം എൻട്രൻസ് എക്സാമിനേഷന് ഈ ഡയഗ്രം ആ ഡയഗ്രത്തിൻ്റെ പാർട്സ് എല്ലാം തന്നെ ചോദിച്ചതാണ്. ആ പാർട്സ് NCERT-ൽ കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിൽ വേരിയേഷൻ വരുത്തിയിട്ട് ആ എക്സാമിന് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത ആള് ആ മാർക്ക് ചെയ്തതിൽ വേരിയേഷൻ വരുത്തിയിട്ട് ഏതാണ് തെറ്റായിട്ട് മാർക്ക് ചെയ്തത് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ, ഓരോ ഡയഗ്രം നമ്മൾ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ആ ഡയഗ്രം നന്നായിട്ട് ക്ലിയർ ചെയ്യുക. ദെൻ സെക്കൻഡറി ഫോളിക്കിൾ, ദെൻ എ ന്യൂ theca layer is formed. അടുത്ത സ്റ്റേജ് മോർ ആൻഡ് മോർ ലെയേഴ്സ് ആർ ഫോംഡ്, ദാറ്റ് ഈസ് ടെർഷ്യറി ഫോളിക്കിൾ. ആ ടെർഷ്യറി ഫോളിക്കിളിൻ്റെ പ്രത്യേകത, ദർ ഇസ് എ ക്രസന്റ് ഷേപ്ഡ് ക്യാവിറ്റി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആൻട്രം വിച്ച് ഈസ് ഫിൽഡ് വിത്ത് a liquid called liquor folliculi. Then the theca layer is organized into outer theca externa and inner theca interna. Outer theca externa and inner theca interna. At this stage, primary oocyte within the tertiary follicle grows in maximum and they complete the first meiotic division. We get two unequal cells. Okay, the next difference between spermatogenesis and oogenesis, two unequal cells. Okay, two unequal cells. We get a secondary oocyte and a first polar body. പോളാർ ബോഡിക്ക് കിട്ടേണ്ട ന്യൂട്രിയൻ്റ് സൈറ്റോപ്ലാസം കൂടി ഈ ഒരു സെക്കൻഡറി oocyte കൈവശപ്പെടുത്തും. അതിന് പിന്നിലുള്ള റീസൺ, ഒരു എഗ്ഗല്ല ഉണ്ടാവുന്നത്, ഒരു ഓവല്ല ഉണ്ടാവുന്നത്. ആ എന്തായാലും പോളാർ ബോഡി എന്നല്ല, അതുണ്ടാവാൻ പോകുന്നത് സെക്കൻഡറി oocyteൽ നിന്നാണ്. ഓക്കെ, സെക്കൻഡറി oocyte മിയോസിസ് 2-ന് വിധേയമാകുന്നു. ആ മിയോസിസ് 2 താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡറി oocyteലേക്ക് എത്തുന്ന ആ സ്റ്റേജ്, ദാറ്റ് മീൻസ് ടെർഷ്യറി ഫോളിക്കിൾ soon converts into the mature follicle or the Graafian follicle. Okay, ആ Graafian follicle ആണ് സെക്കൻഡറി oocyte-നെ റിലീസ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡറി oocyte-നെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് റിലീസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. ഓക്കെ, ആ ഓവുലേഷന് ശേഷം the Graafian follicle is converted into a structure called corpus luteum and that secretes large amount of the hormone progesterone. ഒക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ. ഓക്കെ, ഇനി the secondary oocyte undergo second meiosis. സെക്കൻഡറി oocyte സെക്കൻഡ് മിയോസിന് വിധേയമാകുന്നു. ആ സെക്കൻഡ് മിയോസിസിനെയും അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് പിൻവലിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സ്പേമിൻ്റെ ഹെഡിലുള്ള അക്രോസോമിലുള്ള എൻസൈംസ് വന്നിട്ട് ഈ സെക്കൻഡറി oocyte-നെ കവർ ചെയ്തിട്ടുള്ള ലെയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്ത് സൈറ്റോപ്ലാസത്തിലേക്ക് എൻറ്റർ ചെയ്യണം. അപ്പോഴേ സെക്കൻഡറി oocyte-ന് മേലെയുള്ള സെക്കൻഡ് മിയോസിസ് എന്ന അറസ്റ്റും പിൻവലിക്കുള്ളൂ. വി ഗെറ്റ് a ovum and a second polar body and this ovum and that sperm fuse to form a zygote and that is fertilization. Okay, ഇത്രയാണ് നമുക്ക് oogenesis-ൽ പറയാനുള്ളത്. വീണ്ടും നമുക്ക് സ്പെർമാറ്റോജെനസിസ് മനസ്സിലായതുപോലെ oogenesis പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് നിങ്ങൾ ഈ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശേഷം ഈ NCERT കൊടുത്ത ദി ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് ഓവറിയുടെ സെക്ഷണൽ വ്യൂവും അതിലെ പാർട്സ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രാഫിയൻ ഫോളിക്കിൾ പ്രത്യേകം എടുത്ത് പഠിക്കുക. ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുന്നതും അത് പ്രോജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ സ്പേമിൻ്റെ സമയത്ത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമിനെയാണ് കിട്ടിയത്. ഇവിടെ ഒരു പ്രൈമറി oocyte നിന്ന് നമുക്ക് ഒരു ഓവത്തെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗം കൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം യു മേക്ക് എ ടാബുലാർ ഫോം. ഓക്കെ, അത് ആ ടാബുലാർ ഫോമിലേക്കുള്ള കണ്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis? മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. നിങ്ങൾ കൃത്യമായിട്ട് സ്പെർമാറ്റോജെനസിസും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ oogenesis പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യുക. സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിനേഷന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനസിസ് ആൻഡ് oogenesis. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഓറിജിൻ, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കാര്യം എഴുതാം. സെൽസിൻ്റെ സൈസിലുള്ള, അതുപോലെ തന്നെ അറസ്റ്റിൻ്റെ കേസിൽ നമ്പർ ഓഫ് സെൽസ് ഫോം ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ടാബുലാർ ഫോമിലേക്ക്
ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഓവം പഠിക്കാം. നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഓഫ് സ്പേം പറഞ്ഞല്ലോ. ഊജൻസിന് ശേഷം നമ്മൾ സ്ട്രക്ചർ ഓഫ് സ്പേം പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഓഫ് ഓവം പറയാം. നോക്കൂ, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഓവം. This is the ovum having the plasma membrane and this is the cytoplasm. And this plasma membrane is otherwise called vitelline membrane. Plasma membrane or we call it is vitelline membrane. ഓക്കെ, അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തെ സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവത്തിൻ്റെ ഈ സൈറ്റോപ്ലാസത്തെ കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഓർ വിറ്റലൈൻ മെംബ്രെയിൻ. ദെൻ ദി സെക്കൻഡ് മെംബ്രെയിൻ ഇസ് കം and this is the second membrane, and this second membrane is called the zona pellucida. The second membrane is called zona pellucida, and there is a space between this plasma membrane and this secondary membrane. There is a space between this plasma membrane and the secondary membrane, and that space is called perivitelline space. That space is called perivitelline space. Okay, so this is the cytoplasm and which is covered by plasma membrane or vitelline membrane. Then there is a space called perivitelline space. There is a space called perivitelline space. Then there is a layer called zona pellucida. നേരത്തെ നമ്മൾ പറഞ്ഞ സെക്കൻഡറി ഊസൈറ്റിനെ പറ്റി കവർ ചെയ്തുകൊണ്ട് സോണ പെലൂസിഡ ഉണ്ടെന്ന് പറഞ്ഞ ലെയർ. ഇനി സോണ പെലൂസിക്ക് മുകളിലായിട്ട് then so many layers are present. Cellular layers type, cell type layers are also present, and these layers are called corona radiata. Okay, these cells are called corona radiata. So this is the basic diagrammatic view of ovum. So first of all, we take the cytoplasm having the plasma membrane, then there is a space called a perivitelline space, then zona pellucida, and above the zona pellucida there is a cellular layer, radial shaped cellular layers are called, that is corona radiata. ഇവിടെയാണ് സെക്കൻഡറി ഊസൈറ്റിനെ ചുറ്റിയിട്ടുള്ള ഈ ലെയേഴ്സിനെ ബ്രേക്ക് ചെയ്യുക എന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ സ്പേമിന് ചെയ്യാനുള്ളത്. സ്പേമിൻ്റെ കെട്ടിലുള്ള ആക്രോസോമിലുള്ള എൻസൈംസ് വെച്ചിട്ട് അത് ഈ ലെയറിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സെക്കൻഡറി ഊസൈറ്റിൻ്റെ ഈ ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അത് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരുമ്പോൾ മാത്രമേ സെക്കൻഡറി ഊസൈറ്റിന് മേലെയുള്ള സെക്കൻഡ് മിയോസിസ് എന്ന അറസ്റ്റ് പിൻവലിക്കുകയുള്ളൂ. ആ അറസ്റ്റ് പിൻവലിക്കുമ്പോഴേ നമുക്ക് ഓവം അതുപോലെ തന്നെ സ്പേം ഉണ്ടാവുള്ളൂ. അവർ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുള്ളൂ. സോ ബേസിക്കലി ഈ ലെയേഴ്സ് ഉണ്ടെന്ന് ക്ലിയർ ചെയ്യുക. പ്ലാസ്മ മെംബ്രെയിൻ ഓർ വിറ്റലൈൻ മെംബ്രെയിൻ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ സ്പേസ് കോൾഡ് perivitelline space, then there is a layer called zona pellucida, and after that corona radiata. അപ്പോൾ ഈ ഒരു സെക്ഷണൽ വ്യൂവിൽ ഇപ്പോഴത്തെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ ഒരു ഊജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഗെമറ്റോജനസിസിലെ രണ്ടാമത്തെ പ്രോസസ്സാണ് ഊജനസിസ്. ഊജനസിസിനും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷനും ഫേസ് ഓഫ് മെച്ചുറേഷനും ഫേസ് ഓഫ് ഗ്രോത്തും ഊജനസിസിനും നിർബന്ധമാണ്. ആ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, oogenesis start before birth. Millions of gametes, mother cells are present in oogonia. Number of gamete mother cells are present in oogonia. No more oogonia are added and formed after birth, and these cells that start division and enter into the prophase one of meiotic division
and got temporarily arrested that stage, and that is called as the primary oocyte. Okay, ആ പ്രൈമറി യൂസൈറ്റിനെ ചുറ്റിയിട്ട് ലെയേഴ്സ് ഓഫ് സെൽസ് വരുന്നു. അതാണ് പ്രൈമറി ഫോളിക്കിൾ. എ ലാർജ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഡീജനറേറ്റ് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. At puberty only 60,000 to 80,000 primary follicles are left in each fetal ovary. Okay. Then വീണ്ടും ലേയേഴ്സ് അതിനെ കവർ ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. അവിടെ തീക്ക ലെയർ ഓർഗനൈസ് ചെയ്യുന്നത് ഞാൻ ഡയഗ്രത്തിൽ കാണിച്ചിരുന്നു. ദെൻ വീണ്ടും ലേയേഴ്സ് വരുമ്പോൾ അതിനെ ടെർഷറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. പ്രൈമറി യൂസൈറ്റ് വിത്തിൻ ദ ടെർഷറി ഫോളിക്കിൾ ഗ്രോസ് ഇൻ സൈസ് and complete the first meiotic division. We get the secondary oocyte and a tiny first polar body. അവിടെയാണല്ലോ ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി ഉള്ളത്. ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി ഹാവിങ് ദ ലിക്വർ ഫോളിക്കുലൈ. Okay, liquor folliculi. Then theca layer is organized into outer theca externa and inner theca interna. Tertiary follicle soon transforms into the mature follicle or the Graafian follicle, and finally the Graafian follicle ruptures and there is the secondary oocyte. And the secondary oocyte forms a new membrane called zona pellucida. ഇനി ആ സെക്കൻഡറി ഊസൈറ്റ് ആണ് ഫെലോപ്പിയൻ ട്യൂബിലൂടെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ആ സെക്കൻഡറി ഊസൈറ്റിന് മേലെ സെക്കൻഡ് മിയോസിസ് വരും അല്ലേ. സെക്കൻഡറി ഊസൈറ്റിൽ മാത്രമാണല്ലോ സെക്കൻഡ് മിയോസിസ് നടക്കുന്നത്. കാരണം പോളാർ ബോഡിക്ക് റീപ്രൊഡക്ഷനിൽ കാര്യമായിട്ടുള്ള റോളില്ല. പോളാർ ബോഡിക്ക് കൊടുക്കേണ്ട ന്യൂട്രിയൻസ് കൂടി എടുത്തിട്ടാണല്ലോ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. പോളാർ ബോഡിക്ക് കാര്യമായിട്ടുള്ള റോളുമില്ല. ഒരു എഗ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സെക്കൻഡറി ഊസൈറ്റിൽ സെക്കൻഡ് മിയോസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സെക്കൻഡ് മിയോസിസും അറസ്റ്റ് ചെയ്യപ്പെടും. ആ അറസ്റ്റ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ സ്പെർം എൻട്രി ചെയ്യണം. ഓക്കെ, ഹെഡിലുള്ള അക്രോസോമിലുള്ള എൻസൈംസ് വെച്ചിട്ട് ഈ ലെയേഴ്സൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഈ സ്പേമിൻ്റെ എൻട്രി വന്നെങ്കിൽ മാത്രമേ സെക്കൻഡറി ഊസൈറ്റിന് മേലെയുള്ള സെക്കൻഡ് മിയോസിസ് എന്ന് പറയുന്ന അറസ്റ്റും പിൻവലിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കിയത് സ്ട്രക്ചർ ഓഫ് ഓവമാണ്. ഓവത്തെ കവർ ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ വിറ്റലൈൻ മെംബ്രെയിൻ ഉണ്ട്. ദെൻ ദർ ഇസ് എ സ്പേസ് കോൾഡ് പെരിവിറ്റലൈൻ സ്പേസ്. ദെൻ എ ലെയർ ദാറ്റ് ഈസ് സോണ പെലൂസിഡ. Then after that so many radial shaped cells are called corona radiata. നേരത്തെ സ്പെർമിന് എൻട്രി ചെയ്യാനുള്ളത് ഈ പറയപ്പെട്ട സോണ പെലൂസിഡയിലൂടെയാണ്. അങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ മാത്രമേ ഫെർട്ടിലൈസേഷന് എന്ന് പറയുന്ന പ്രോസസ്സ് എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. ഇതോടുകൂടി oogenesis എന്ന് പറയുന്ന ടോപ്പിക്കും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു വീഡിയോ സെഗ്മെൻറ്റിൽ നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സുമായിട്ട് കാണാം. ഓക്കെ.